ഇത് നമ്മൾ പഠിപ്പിക്കണം. സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി ഇതേപോലെ ഒരു സ്ത്രീലംബടനായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. കാലം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. അപ്പൊ അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം. കൂടിയ ഒരു വൈറസാണ്. അതിനെ ഞാൻ വിളിക്കാറുള്ളത് നമ്മളുടെ പേ വിഷബാധ, അതായത് റാബിസ് ഞാൻ വിളിക്കാറുള്ളത്. ഒരു ചെറിയ മിന്നലെ പോയി 2 ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. 2 കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. 2 മിനിറ്റ് വേണ്ട. ഒന്ന്, ഇദ്ദേഹം ആദ്യം തന്നെ വെച്ച ഒരു വലിയ വിഷമത്തിൽ പറഞ്ഞത് ഏത് ചർച്ച വന്നാലും അവിടെ ഇസ്ലാമിന്റെ പള്ളയ്ക്ക് ഞാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാനല്ല ഈ പറഞ്ഞ ഇസ്ലാം എന്നോ ഇസ്ലാമിക ശരിയ നിയമം എന്നൊന്നും ഇവിടെ കൊണ്ടുവച്ചത്. ശരിയ നിയമം എന്നുള്ള വാക്കും അതേപോലെ തന്നെ ഈ നമ്മളുടെ ദാറുൽ ഖള എന്നുള്ള സംഗതി എന്താണെന്നൊക്കെ വിശദീകരിച്ച് താങ്കൾ തന്നെയാവുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നും ഈ ശരിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാമിലേക്ക് എത്തുന്നതും അതിന് മറ്റു ഉദാഹരണവും പറയേണ്ടത് ഒരു ബാധ്യതയായിട്ട് വരികയാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അതൊന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശരിയ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ശരിയ നിയമം എന്നും ഏത് രീതിയിലാണ് അത് ഇസ്ലാമുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നും എനിക്ക് പറയേണ്ടതായിട്ട് വരും. അവിടെ പിന്നെ പള്ള നിങ്ങൾ കാണിച്ചു തന്നിട്ട് അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു അവസാന കാര്യം, ഇദ്ദേഹം ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഇവിടെ പറഞ്ഞു താങ്കളുടെ പ്രായം മാനിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മളാരും വേണ്ടിയിട്ടില്ല. അപ്പോ താങ്കളുടെ പ്രായത്തെ കുറിച്ച് താങ്കൾക്ക് ഒരു മാന്യത ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴും ഇടപെടാതിരിക്കുക. എന്നാൽ താങ്കൾക്കും കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത്, താങ്കൾ ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഒന്ന് വളരെ സമാധാനപൂർവ്വം നടന്നിട്ടുള്ള മക്ക ജീവിത കാലഘട്ടത്തിൽ കുറെ കാലം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. അപ്പൊ അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം. എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഒരു ഉളുപ്പും ഇല്ലാതെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഇതേപോലെ നമ്മൾ ഏത് നേരവും പറയുന്ന ആളുകൾ നിങ്ങൾ തന്നെ ഇതേപോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ചെറിയൊരു നാണമൊക്കെ വേണ്ടേ? എന്ത് ഉദ്ദേശത്തിലാണ് ആ ആയത്തൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ രണ്ടാമതൊന്ന് പോയി പഠിക്കൂ. പഴയ തോറയിലുള്ള സാധനം എടുത്ത് ഉദ്ധരിക്കുന്നതിനെ നിങ്ങൾ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് ആരെ കണ്ണിൽ പൊടിയിടാനാ? അതൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു മദ്രസ കാലം എനിക്ക് ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള കാര്യമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ വേറെ വല്ല മദ്രസയിൽ പോയി പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആയത്ത് ഉദ്ധരിക്കുമ്പോൾ സൂക്ഷിക്കുക, മറുപടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ. 2 ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിം പ്രീണനവും നടക്കുന്നില്ല. സ്വാഭാവികമായി മുഹമ്മദ് നബിയെ പഠിപ്പിക്കാൻ മാത്രമാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് ഇവിടെ പങ്കെടുത്ത ശ്രീ ഒ അബ്ദുള്ളയായാലും ഇടത് പ്രതിനിധിയായാലും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു അക്ഷരം പോലെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ എക്സ് മുസ്ലിം എന്നുള്ളൊരു വാക്കും നമ്മുടെ ഒരു പേരൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ജിഹാദിയായ എന്ന് തന്നെ പറയാം. അതായത് പച്ചയായിട്ട് ജിഹാദിസം കൊണ്ട് നടക്കുന്ന SDPI പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികളെയും സംഘടനകളെയൊക്കെ വെളുപ്പിക്കുന്ന ഒ അബ്ദുള്ളയ്ക്ക് അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കടം വീട്ടാണ്. അതായത് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ഡെങ്കു പോലെ അല്ലെങ്കിൽ മലേറിയ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടിയ ഒരു വൈറസാണ്. അതിനെ ഞാൻ വിളിക്കാറുള്ളത് നമ്മളുടെ പേ വിഷബാധ, അതായത് റാബിസ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോ നിങ്ങൾക്ക് സനാതന ധർമ്മത്തെ ഈ രീതിയിൽ മലേറിയ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ കോവിഡ് ഇസ്ലാം എന്ന് പറയുന്നത് റാബിസാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പോ എന്താണ് അനറബി അറബി ഇവർ തമ്മിലുള്ള വ്യത്യാസം പോലും ഇല്ലാണ്ട് പഠിപ്പിച്ച മതം, അങ്ങനെ പല പല കാര്യങ്ങൾ. ഞാനിവിടെ സത്യം പറഞ്ഞ ഇത് മതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന കളികളാണ് ഇവിടുത്തെ വിഷയം. അത് വെച്ചുകൊണ്ട് വോട്ട്
ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ നാടകങ്ങളാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അതിനകത്തേക്ക് പോലും ഇദ്ദേഹം വന്ന് നിന്നിട്ട് മുഹമ്മദ് നബി പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ച് നാലാൾ എന്തെങ്കിലും പഠിക്കുന്നതിന് എന്താ കുഴപ്പം, ആ പ്രബോധനം ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നാ ചോദിക്കണം. പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ? നോട്ട് ദ വേർഡ്, ആ വാക്ക് തന്നെ പ്രശ്നമാണ്. പ്രബോധനം എന്തിനാണ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് പാഠപുസ്തകങ്ങളിലൂടെ പ്രബോധനം നടത്തുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ നമ്മള് ടെക്സ്റ്റ് ബുക്കുകളിൽ രാമനെ കുറിച്ച് പല കാര്യങ്ങളും നിശബ്ദരായിട്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചപ്പോ നമ്മൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, ക്ഷമ കൈക്കൊള്ളുക. ഓക്കെ, ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. അങ്ങയിലേക്ക് തന്നെ വരാം. താങ്കൾ പൊട്ടത്തര പറയുന്നത് ഇവൻ മറുപടി പറയണം. യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുന്നത് എനിക്ക് ഒറ്റണ്ടാക്കാൻ വയ്യ. പറയാനായിട്ടുള്ളതാ. ചാടി കയറി വന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. 6 വയസ്സിൽ കെട്ടിയതിനെ കുറിച്ചും 10 കെട്ടിക്കൊണ്ട് നടന്നതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മൾ പഠിപ്പിക്കണം, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണം. മുഹമ്മദ് നബി ഇതേപോലെ ഒരു സ്ത്രീലംബടനായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കണം. അതല്ലാതെ നമ്മൾ ബാഹുബലി 1 മാത്രം പഠിപ്പിക്കാൻ കഴിയണം. 100% ഞാൻ യോജിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, ജാതി വ്യവസ്ഥയിൽ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കും, ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ രാമനെ കുറിച്ച് പഠിപ്പിക്കുന്നു, രാമൻ ചെയ്ത പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതേപോലെ ഇസ്ലാമിന്റെ കുഴപ്പത്തെ കുറിച്ച് പഠിപ്പിക്കണം. മുഹമ്മദ് നബി ലോകത്തെ അഴിച്ചുവിട്ടിട്ടുള്ള ഈ തീവ്രവാദ ആ ഒരു ഭൂതത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇനി കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കുക. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. SDP അന്നുണ്ടായിരുന്നില്ല എന്നിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നമുക്കറിയാൻ? അല്ലല്ലോ. ഇവിടെ SDPIക്ക് ഈ ബീജാഭാവം നടത്തിയിട്ടുള്ള ആ സംഘടന ഏതാണ്? അതല്ല ഇവിടുത്തെ മുസ്ലിം ബ്രദർഹുഡും അതിനുശേഷം വന്നിട്ടുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ ഭാഗമായിട്ട് നിങ്ങളും ഇരുന്നിരുന്ന ആളല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് SDPIയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്? ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക, ഇതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? പരിസരത്ത് കണ്ടുപോരുത്, കണ്ടതിന്റെ സ്വഭാവം ഇത് നിങ്ങളുടെ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്ത് വന്നിട്ട് ആ പ്രബോധനം എന്തുകൊണ്ട് നടത്താൻ കഴിയില്ല എന്നൊക്കെ ഈ നിഷ്കളങ്ക ചോദ്യം ചോദിക്കും. അതും വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനൊന്നും ഇവിടുത്തെ നാട്ടുകാർ കിട്ടില്ല. അത്രയ്ക്ക് മണ്ടന്മാരാണ് ഇവിടെ ഉള്ള ആളുകൾ എന്നൊക്കെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആളുകൾ എല്ലാവരും ഇസ്ലാമിക നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ടുണ്ട്. വിളിപ്പിക്കുന്നത് SDPI എന്ന് പറയുന്ന സംഘടനയും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ഏറ്റവും ഒടുവില്ലേ ED പോലും അവിടെ പറയണ്ടായി. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. അവർ പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് അത് അവിടെ വ്യക്തമാണ്. കാരണം അവരുടെ ഫണ്ടിങ് ഒരേപോലെ വരുന്നു, അതിൽ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും അവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ എന്താണ്? പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. അധികം വൈകാതെ പൂട്ട് വീഴാൻ പോകുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന SDPIയും ജമാഅത്ത് ഇസ്ലാമി. ഒരു സംശയം വേണ്ട, രണ്ടിനും കൂട്ടിക്കെട്ടണം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കാരണം ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വർഗീയതയ്ക്കും ഇതുപോലെയുള്ള അത് ഈ പറയുന്ന ഇസ്ലാമിക കേന്ദ്ര സർക്കാരാണ്. RSS എന്ന് പറയാതെ ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ സർക്കാരാണ്. ഭരണത്തിലേറ്റിയ സർക്കാരാണ്. അല്ലാതെ RSS എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വില കുറച്ച് കാണരുത്. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. കാര്യമൊന്നുമില്ല. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അത് നിങ്ങൾ തൽക്കാലം കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ശ്രീ O അബ്ദുള്ള അങ്ങ് മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, മുതിർന്ന ഒരു വ്യക്തിത്വമാണ്. പ്ലീസ് ആരിഫ് സർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. അങ്ങേക്ക് ഞാൻ സമയം തരാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ അവസാനിപ്പിക്കുകയാണ്. അറബിയും അനറബിയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സനാതന ധർമ്മം മലേറിയ പേപ്പട്ടി വിഷബാധയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. റാബീസ് വൈറസ് ആണ് നമ്മൾ പറയും. ഓക്കെ, ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. A few moments later. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ, ഒളിവിലാടാ. ഇവിടുത്തെ നാട്ടുകാർ
എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.